അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അടുക്കളയിൽ ചെയ്യുന്ന കുറച്ച് ചെറിയ നമ്മൾ അറിയാതെ പോകുന്ന ചെറിയ തെറ്റുകളെ കുറിച്ചാണ് കേട്ടോ. അടുക്കളയിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. അത് നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളെ ഒരുപാട് ബാധിച്ചേക്കും. അപ്പോൾ നമ്മൾ അടുക്കള ഉപയോഗിക്കുന്നവർ ചെയ്യുന്ന ഈ ചെറിയ തെറ്റുകൾ നമ്മുടെ വീട്ടിലെ ബറക്കത്ത് നഷ്ടപ്പെടാനും ദാരിദ്ര്യം വരാനും പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവാനും കാരണമായി തീരും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആ ചെയ്യുന്ന തെറ്റുകൾ എന്നാളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനു മുമ്പ് തന്നെ ഇപ്പം നമ്മൾ അടുക്കള ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ചും സ്ത്രീകളാണല്ലേ, പ്രത്യേകിച്ചും ഭൂരിഭാഗം അടുക്കള ഉപയോഗിക്കുന്നതും സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളും നമ്മുടെ ഉമ്മമാരും സഹോദരിമാരൊക്കെ തന്നെയാണ് അടുക്കള ഉപയോഗിക്കുന്നത്. എങ്കിലും ഞാനിപ്പോൾ ഇവിടെ സ്ത്രീകളെക്കുറിച്ച് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒരുപാട് കമൻറ്റ് കാണാൻ പറ്റും. എന്താ സ്ത്രീകൾക്ക് മാത്രമാണോ ഇതൊക്കെ ഇതാക്കിയിട്ടുള്ളത്, പുരുഷന്മാർക്കും എന്താ അങ്ങനെ ആക്കിക്കൂടെ ഇങ്ങനെ ആക്കിക്കൂടെ. ഒരുപാട് വീഡിയോ അതിന് ഉദാഹരണമായിട്ട് പറയാൻ വേണ്ടിയിട്ടിരിക്കുന്നു. ഒരുപാട് വലിയ ആൾക്കാരുടെ വീഡിയോ, നമുക്ക് വലിയ ഉസ്താദന്മാരുടെയൊക്കെ വീഡിയോക്ക് താഴെ നമുക്ക് ഇങ്ങനത്തെ കമൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് ഈ ജോലികളൊക്കെ ചെയ്യുന്നത് സ്ത്രീകളാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ പറയുന്ന തെറ്റുകൾ അടുക്കള ഉപയോഗിക്കുന്നവർ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ആരായിക്കോട്ടെ, പ്രത്യേകിച്ചും സ്ത്രീകളാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനത്തെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും ബർക്കത്തുണ്ടാവില്ല. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും പിന്നെ കാര്യമില്ല. അവിടെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ തെറ്റാണ്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷഫലം നമ്മൾ അനുഭവിച്ചേ മതിയാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല, നമ്മുടെ ബർക്കത്ത് പോയി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും ദാരിദ്ര്യമാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ചില ആളുകളുണ്ടാകും, കുറച്ച് പൈസ ഉള്ളൊക്കെ ആൾക്കാർ ആയിരിക്കും, എനിക്കെന്തായാലും ദാരിദ്ര്യമൊന്നും വരില്ല, എന്താണ് പൈസക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല, കാരണം നമ്മൾ എത്ര കുറച്ച് ചിലവാക്കിയാലും തീരാത്ത ആൾക്കാരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരു കോടിയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, ഞാൻ വെറുതെ പറയുകയാണെ, ഒരു കോടിയുള്ള അതിൽ നിന്ന് 1000 രൂപ പോയാലും അയാൾക്കൊന്നും നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പൈസ ഉള്ള ആൾക്കാർ വിചാരിക്കും, എനിക്കെന്തായാലും അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല, അങ്ങനെയെന്ന് വിചാരിക്കും. ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയിൽ മാത്രമല്ല ദാരിദ്ര്യം ഉള്ളത്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ട്. എപ്പോഴും കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നമാണ്, വഴക്കാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യത്തിലെ ദാരിദ്ര്യമാണ്. മക്കൾ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സന്താനങ്ങളിലെ ദാരിദ്ര്യമാണ്. മക്കൾ സ്വാലിഹായ മക്കളല്ല എന്നുണ്ടെങ്കിൽ അതും ദാരിദ്ര്യമാണ്. ഇങ്ങനെ ഒരുപാട് ദാരിദ്ര്യമുണ്ട്. പൈസയുടെ കേസിൽ മാത്രമാണ് ദാരിദ്ര്യം എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളുള്ള ചില ആളുകളെങ്കിൽ. അപ്പോൾ അതങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയുടെ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ ദാരിദ്ര്യമുണ്ട്. നമ്മുടെ മക്കൾ തമ്മിൽ എപ്പോഴും വഴക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ദാരിദ്ര്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ ദാരിദ്ര്യം വരാൻ കാരണമാവും. ഇനി അടുത്തതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ സമ്പത്തിൽ എല്ലാം ബർക്കത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ മതിയാകും. ഇനി ബർക്കത്തിനെ കുറിച്ച് 2 വാക്ക് പറയാം. ബർക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ്, എനിക്ക് കുറച്ച് ശമ്പളമേ ഉള്ളൂ, ഒരു 10,000 രൂപയെ മാസം ശമ്പളമുള്ളൂ, പക്ഷേ അതുകൊണ്ട് ഞാൻ എങ്ങനെ എല്ലാം കൂടി തികഞ്ഞു പോകും, എല്ലാം കൂടി എങ്ങനെ ഞാൻ ഒപ്പിച്ച് പോകും എന്നൊക്കെ ഒരാൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് അയാൾ ഇങ്ങനെയും കൂടി വിചാരിക്കുകയാണ്, എനിക്ക് ആകെ ഇത്രയല്ലേ ഉള്ളൂ ശമ്പളം, ഇതുകൊണ്ട് എല്ലാം കൂടി ഒപ്പിച്ച് പോകണം, എങ്ങനെയാണ് എൻ്റെ ശരിയാവുക, എത്ര ബർക്കത്ത് ഉണ്ടാകും എന്ന് പറഞ്ഞാലും എങ്ങനെയാണ് നടക്കാമെന്ന് വിചാരിച്ചാൽ, ഈ ബർക്കത്ത് എന്ന് പറയുന്നത് നമുക്ക് എത്ര ശമ്പളമായാലും ആ കിട്ടുന്ന ശമ്പളത്തിൽ ഒരു ബർക്കത്ത്, അതാണ് ബർക്കത്ത്. അല്ലാതെ ഒരുപാട് പൈസ ഉണ്ടെങ്കിലും സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമ്പത്തിൽ ഒരു ബർക്കത്തും ഇല്ല എന്നർത്ഥം. നമുക്ക് സന്തോഷമാണ്, നമുക്ക് കിട്ടുന്ന കാര്യത്തിൽ എത്ര ചെറുതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ അതിൽ നമ്മൾ സംതൃപ്തരാണ്, നമ്മൾ സന്തോഷവാന്മാരാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ബർക്കത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് ബർക്കത്ത് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അല്ലാഹു തആലയല്ല ആൾ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി അല്ലാഹു തആല തീർത്ത് തരും. അതാണ് നമ്മൾ സമ്പത്തിലെ ബർക്കത്ത് എന്നൊക്കെ പറയുന്നത്. പിന്നെ അടുത്ത കാര്യമാണ് പൈശാചിക ഉപദ്രവം എന്ന് പറയുന്നത്. പൈശാചിക ഉപദ്രവത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എത്ര നന്നാവണമെന്ന് വിചാരിച്ചാലും നന്നാവാൻ പറ്റാത്തതിന് കാരണം പിശാചാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും കാരണം അതും പിശാചൊക്കെ തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കാരണം പിശാചാണ്. നമുക്ക് ഈ പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിലെപ്പോഴും വഴക്കായിരിക്കും, എപ്പോഴും ദേഷ്യമായിരിക്കും, നമുക്ക്
മര്യാദയ്ക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ തന്നെ പിശാച് അതിൻ്റെ ഇടയിൽ കയറി ഇടപെട്ടിട്ട് നമ്മളെന്ത് ചെയ്യും, വീണ്ടും അതൊരു വഴക്കിലേക്ക് കലാശിക്കും. ഇതൊക്കെയാണ് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, പൈശാചികമായിട്ടുള്ള രോഗങ്ങൾ എന്നൊക്കെ പറയുന്നത്. പൈശാചികമായിട്ടുള്ള രോഗങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് എത്ര ആയാലും ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത തലവേദന, പല്ലുവേദന, കാലുവേദന. പല്ലുവേദനയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് കുടുങ്ങിപ്പോകും. ഇത്ര റൂട്ട് കനാൽ ചെയ്താലും ഇങ്ങനെ ചെയ്താലും മാറിപ്പോയില്ല. ഭക്ഷണം കഴിക്കാൻ പറ്റൂല. ഇതൊക്കെ പൈശാചികമായിട്ടുള്ള രോഗങ്ങളാണ്. പിശാചിൻ്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾ നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുക്കളയിൽ ചെയ്യുന്ന നമ്മൾ പോലും ശ്രദ്ധിച്ചു പോവാത്ത ചെറിയ തെറ്റുകളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് തെറ്റുകൾ? ഞാൻ ഇനി ഒരുപാട് നേരം പറഞ്ഞു, ഇനിയും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഏതൊക്കെയാണ് ആ തെറ്റുകൾ കാര്യങ്ങളെന്നൊക്കെ നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം മൂടി വെക്കാതിരിക്കുക എന്നുള്ളതാണ്. ഭക്ഷണം നമ്മൾ മൂടി വെക്കാതെ അലസമായിട്ട് തുറന്നിടുകയാണെന്നുണ്ടെങ്കിൽ ദാരിദ്ര്യം നമ്മളെ വിട്ടു പോകില്ല. ബർക്കത്ത് നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. ദാരിദ്ര്യം നമ്മളെ വിട്ടു പോകില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ വില നമുക്കറിയില്ല എന്നുള്ള ആ ഒരു ഇതാണ് അതിലുദ്ദേശിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഒരാൾ ഭക്ഷണം അനാവശ്യമായിട്ട് തുറന്നു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിശാചിൻ്റെ ഫസാദിൽ നിന്നും ഫിത്നയിൽ നിന്നും അവനൊരിക്കലും രക്ഷപ്പെടില്ല എന്ന്. അതായത് പിശാച് നമുക്ക് ഉപദ്രവകാരനായിട്ട് നിന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തുനബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഭക്ഷണ സാധനങ്ങൾ മൂടി വെക്കാതിരിക്കുന്നത് ഭൗതികമായിട്ടും ഇസ്ലാമികമായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ഭക്ഷണ സാധനങ്ങളും നമ്മൾ കുടിക്കുന്ന പാനീയങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ മൂടി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. വീട്ടിലുള്ള സ്ത്രീകളെന്നല്ല, കുട്ടികളായിക്കോട്ടെ, അതുപോലെ തന്നെ ഭർത്താക്കന്മാരായിക്കോട്ടെ, വലിയ ആൾക്കാരായിക്കോട്ടെ, ആരായാലും ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ നമ്മൾ ഇപ്പം തന്നെ ഭക്ഷണങ്ങൾ മൂടി വെച്ച് ശീലിപ്പിക്കുക. അതവിടെ നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റുക. അങ്ങനെയാണെങ്കിൽ എല്ലാം എളുപ്പമായിരിക്കും, ഒന്നും നമുക്കൊരു ഭാരമായിട്ട് തോന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ അടിച്ചു വാരിയിട്ടുള്ള വേസ്റ്റ്, ഈ വേസ്റ്റുകളൊക്കെ നമ്മൾ അടുക്കളയിൽ കൂട്ടി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ മുറത്തിലേക്ക് വാരി, മുറം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ മുറം എന്നാണ് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. നമ്മൾ അടുക്കാട്ടൊക്കെ അല്ലെങ്കിൽ ചപ്പ് ചവറുകളൊക്കെ വാരുന്ന സാധനത്തിനെയാണ് നമ്മൾ ഇവിടെ മുറം എന്ന് പറയുന്നത്. അവിടെ എന്താണ് അടുക്കാട്ട് വാരിയോ ചപ്പ് ചവറ് വാരിയോ എന്താ പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും ആ സാധനത്തിലേക്ക് നമ്മൾ വാരി ഉപേക്ഷിക്കാതെ അടുക്കളയിൽ തന്നെ കൂട്ടി വെക്കുക. ഇത് വലിയൊരു തെറ്റാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. വീട്ടിലുള്ള സ്ത്രീകൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെ പറഞ്ഞു കൊടുക്കുക. വീട്ടിലുള്ള സ്ത്രീകളെന്നല്ല, ആരങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുക, ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത മൂന്നാമത്തെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം അനാവശ്യമായിട്ട് കളയുക എന്നുള്ളതാണ്. അനാവശ്യമായിട്ട് നമ്മളിപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കിട്ടും, അങ്ങനെ ഇങ്ങനെയും കളയുക. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ മഹാന്മാർ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലത്തെ ഭക്ഷണം പിന്നീട് അവന് കിട്ടുകയില്ല എന്നുള്ളതാണ്. പിന്നീട് അങ്ങനത്തെ ഭക്ഷണം കിട്ടില്ല. അതായത് അങ്ങനത്തെ ഭക്ഷണം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അവന് ദാരിദ്ര്യം ഉണ്ടാകുന്ന അർത്ഥം, ബർക്കത്ത് ഉണ്ടാവില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ള ഭക്ഷണങ്ങൾ നമ്മൾ വേസ്റ്റാക്കി കളയാതിരിക്കുക. നമ്മളിപ്പോൾ ഒരു ഭക്ഷണം നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞിട്ട് അതിന് പകരം പുതിയതുണ്ടാക്കാതെ അത് മാക്സിമം നമ്മൾ ഉപയോഗിച്ചിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കി കളയാതിരിക്കുക മാക്സിമം. ഇനിയിപ്പോൾ നമുക്ക് അത്രയൊന്നും വേണ്ട, നമുക്ക് പുതിയതായിട്ട് ചൂടുള്ള ഫ്രഷ് ഭക്ഷണമേ കഴിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഇഷ്ടമുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കാതിരിക്കുക. നമുക്കറിയാലോ, ഇപ്പോൾ ഒരു ദിവസം നമ്മൾ കുറച്ച് ഭക്ഷണം വേസ്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് മനസ്സിലാവും എത്ര ഭക്ഷണമാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും പോകുന്ന ചെറിയ സാധനങ്ങൾ, പച്ചക്കറി ആയിക്കോട്ടെ, പിന്നെ ഒരു തക്കാളി ആയിക്കോട്ടെ, അതൊക്കെ താഴെ വീഴുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരിക്കലും നേരെ എടുത്തിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടരുതെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഒരുപാട് പേര് ചെറിയ മക്കളൊക്കെ ആയിക്കോട്ടെ, അവർക്കൊന്നും ഭക്ഷണമൊന്നും ഇല്ലാതെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും പുറമേയുള്ള പൊതുവായിട്ടുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നൊക്കെ എടുത്തിട്ട് ഭക്ഷണം തിന്നുന്ന അവസ്ഥ നമ്മളെല്ലാവരും കാണാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മളെ കയ്യിൽ നിന്നും ചെറുതായിട്ടൊന്ന് നമ്മുടെ തറയിൽ വീണ് കഴിഞ്ഞ ഭക്ഷണ വസ്തുക്കൾ ഒരിക്കൽ പോലും നമ്മൾ അത് പുറത്തേക്ക് ഇടാൻ പാടില്ല, അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടാൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. മുത്തുനബി തങ്ങളൊക്കെ അങ്ങനെ ഭക്ഷണം നമ്മൾക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് മുസ്ലിം വസല്ലം കഴുകി തിന്നാറുണ്ടായിരുന്നെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുത്തുനബിയുടെ മാതൃക പിൻപറ്റി ആ തെറ്റുകളൊക്കെ ചെയ്യാതിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഇതൊക്കെ നമ്മൾ അടുക്കളയിൽ എത്ര നമ്മളറിയാതെ പോകുന്ന തെറ്റുകളാണ്. ഇനിയും ഒരുപാടുണ്ട്, ഇനിയും കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെറ്റുകളാണ്, നമ്മുടെ ബർക്കത്ത് നഷ്ടപ്പെടാനുള്ള ഏറ്റവും മഹാകാരണങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ
ഒഴിവാക്കിയിട്ട് നല്ല ഒരു അടുക്കള എന്താക്കുക, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ചിട്ടുള്ള നല്ല ഒരു അടുക്കളാക്കി മാറ്റുക. ബറക്കത്തിറങ്ങുന്ന സ്ഥലം അടുക്കളയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ കുടുംബക്കാർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒരുപാട് പേര് അടുക്കളയിൽ ആവർത്തിക്കുന്ന ഈ ഒരു തെറ്റ് നിങ്ങൾക്ക് അറിവ് കിട്ടിയ സമയം മുതൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.